സ്റ്റോൺ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇന്ന്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്താണെന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, എന്താണ് അത് ഏതെല്ലാം സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഈസ് എ ടെൻസ് വിച്ച് ഈസ് യൂസ്ഡ് ടു state an action which is started in the past and continue to the present. അതായത് പാസ്റ്റിലെ കുറച്ചു കാലം മുമ്പ് തുടങ്ങിയ ഒരു ആക്ടിവിറ്റി അത് ഫാസ്റ്റില് സ്റ്റാർട്ട് ചെയ്യും, അതിങ്ങനെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന അത്തരം ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു ആക്ടിവിറ്റി നമ്മൾ കുറച്ച് മുമ്പ് തുടങ്ങി, ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു ആക്ടിവിറ്റി, രാവിലെ മുതൽ ആ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ് എടുക്കുന്ന ഈ സമയത്തും ആ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ സെന്റൻസ് ഫോം ചെയ്യാന്നുള്ളത്. അപ്പം ഹാവ് ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഹാവ് ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അപ്പൊ അതായത് ഹാവ് ഹാസും അതിന്റെ കൂടുതൽ V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബും കൂടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ സെന്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇത് ഏതെല്ലാം ഡിഫറെന്റ് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് നോർമലി നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ ഉപയോഗിക്കേണ്ടി വരുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂ ടു ദ പ്രസന്റ്. അതായത് മുമ്പ് സ്റ്റാർട്ട് ചെയ്തതും, നമ്മൾ നേരത്തെ പറഞ്ഞാൽ മുമ്പ് സ്റ്റാർട്ട് ചെയ്തതും ഇപ്പൊ പ്രസന്റിലൂടെ കണ്ടിന്യൂ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദേ ഹാവ് ബീൻ മാരീഡ് നിയർലി 50 years. അവർ കഴിഞ്ഞ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 50 വർഷമായി. അപ്പം 50 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്, അതിപ്പോഴും അവർ ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യം, വെൻ യു യൂസ് ടു എക്സ്പ്രസ് അബൌട്ട് എൻ ഒപ്പീനിയൻ അബൌട്ട് സംതിങ്. അപ്പൊ നമ്മുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സംഭവത്തെ കുറിച്ചുള്ള ഒപ്പീനിയൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിലിമിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, I have seen that film before. I have seen that film before. എന്താണ്, ഞാൻ ആ സിനിമ മുമ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട ഒരു ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് when you use to express about an action but there is no time indication. ഇപ്പൊ നമ്മുടെ ഒരു എപ്പം നടന്നതാണെന്നുള്ള ഒരു ടൈം, ഒരു കാലഘട്ടത്തെ എന്ന് നടന്നു അല്ലെങ്കിൽ ഏത് വർഷം നടന്നു എന്നുള്ള ഒരു ടൈം ഇൻഡിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ, they have gone to New York. They have gone to New York City. They have gone to New York City. He has gone to New York City. അവൻ അല്ലെങ്കിൽ അവര് ഡൽഹിക്ക് പോയി അല്ലെങ്കിൽ ന്യൂയോർക്കിലേക്ക് പോയി. അപ്പൊ എന്ന് പോയി എപ്പോ പോയി എന്നുള്ള ഒരു ടൈം ഇൻഡിക്കേഷൻ ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യാം, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഒരു ടൈം ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ അത് ഫ്യൂച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ടൈം ഇല്ല, എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നോ അല്ലെങ്കിൽ എപ്പോ പോയിന്നോ ഏത് കാലഘട്ടത്തിൽ ചെയ്തു എന്നുള്ള ഒരു അങ്ങനെയുള്ള ഒരു ടൈം ഇൻഡിക്കേഷൻ ഒന്നും കൊടുക്കാതെ ഉള്ള ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഹി ഹാസ് ഗോൺ ടു ന്യൂയോർക്ക്.
മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ ടൈം ഇൻഡിക്കേഷൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് ഏത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് വെൻ യു യൂസ് ജസ്റ്റ്. അപ്പൊ ജസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അല്ലെ, ജസ്റ്റിന്റെ മീനിങ് എന്താ? ഇപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ജസ്റ്റ് നൗ എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇത്തരത്തിൽ ജസ്റ്റ് യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നെങ്കിൽ they have just gone. They have just gone. അവരിപ്പോ പോയതേ ഉള്ളൂ. They have just gone. അതുപോലെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ he has come just now. He has come just now. He has come just now. അവൻ ഇപ്പൊ വന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഇത്തരത്തിൽ ജസ്റ്റ് ഉപയോഗിച്ച് പറയുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്ന മറ്റൊരു സാഹചര്യമാണ് ഇത് വെൻ യു കോട്ട് സമ്മൺ. ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ വേറൊരാളോട് പറയുമ്പോൾ, അതായത് ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ കോട്ട് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധ ഹാസ് സെഡ്. എന്താണ്? ബുദ്ധൻ പറഞ്ഞത്, ഇന്നത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ പറയാണ് ബുദ്ധ ഹാസ് സെഡ്. ജീസസ് ഹാസ് സെഡ്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ കാര്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണ് അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ഒരാൾ പറഞ്ഞ കാര്യം നമ്മൾ വേറൊരാളടുത്ത് കോട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഹാവ്, ഹാസ് എ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഇതാണ് ഇതിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? V3 ഫോം ഓഫ് ദ വെർബ് അല്ലെ, അതായത് മൂന്നാമത്തെ. ഇപ്പൊ V1, V2, V3 അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ വളരെ വെർബിന്റെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിൽ V3 ഫോം ഓഫ് ദ വെർബ് ആണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. ഹാവ്, ഹാസിന്റെ കൂട്ടത്തിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് കൂടി കൂട്ടി ചേർത്തിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ നമ്മൾ ഉപയോഗിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ഓൺ ദ കമന്റ് ബോക്സ്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.